ആദ്യം ശ്രീ സജിമോൻ ആന്റണി 50% വോട്ട് നേടി ന്യൂയോർക്ക് മേയറായി മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എക്സിറ്റ് പോളുകൾ അത് കൃത്യമായി പ്രവചിച്ചിരുന്നതാണ്. മംദാനി തെരഞ്ഞെടുക്കപ്പെടുമെന്നത് ഏറെ ഉറപ്പായിരുന്നു. എങ്കിലും 50%-ലധികം വോട്ട് നേടി ഒരു ആധികാരിക വിജയം എന്നത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ വോട്ട് കണക്കുകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും മംദാനിയുടെ വിജയം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ഒരു തമ്പിങ് മെജോറിറ്റി 10%-അധികം മാർജിനില്ല, 50%-ലധികം വോട്ട് നേടിക്കൊണ്ട് അങ്ങനെ ഒരു വിജയത്തിന് ഒന്നുകൂടെ മാറ്റുകൂടി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷന്റെ തലേ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് പ്രത്യക്ഷമായിട്ടും ട്വീറ്റ് ചെയ്ത് ആ ഇലക്ഷനിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റിന് എതിരെ വോട്ട് ചെയ്യാനായിട്ട് റിപ്പബ്ലിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്യുകയും അങ്ങനെ കർട്ടിസ് ലീവായുടെ 16% വോട്ട് ആ റിപ്പബ്ലിക്കൻസിനോട് മാറ്റി കുത്തി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന കോമോയുടെ ബാലറ്റ് കൊടുക്കണമെന്നുള്ള ഒരു ആഹ്വാനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും നോക്കിക്കണ്ടുകൊണ്ടിരുന്നത് ട്രംപിന്റെ ഈ ആഹ്വാനത്തിന് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോർ വാല്യൂസിന് പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഇലക്ഷന്റെ റിസൾട്ട് എക്സിറ്റ് പോളിനകത്ത് 5% അല്ലെങ്കിൽ 6% ആയിരുന്നു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ വിജയം വന്നപ്പം അത് 10%-ആയി ഉയർന്നു എന്നുള്ളതാണ് കാണാനൊക്കെ കഴിയുന്നത്. ഏതായാലും ഇതൊരു തമ്പിങ് മെജോറിറ്റിയാണ്. ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡൊണാൾഡ് ട്രംപിന് പ്രത്യേകിച്ചും പേഴ്സണൽ ആയിട്ടൊരു പരാജയം കൂടിയാണ് ഇത്. കാരണം ന്യൂയോർക്കിൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റു പല സുപ്രധാന ഇലക്ഷൻസും ഈ വഴി സ്പെഷ്യൽ ഇലക്ഷൻ നടന്നിരുന്നു. സജിമോൻ ആന്റണി, നോക്കൂ, ഈ ന്യൂയോർക്കിലെ കാര്യം മാത്രം എടുത്താൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വിജയപ്രതീക്ഷ കുറഞ്ഞ വ്യക്തിയായിരുന്നു ട്രംപ് തന്നെ. അതുകൊണ്ടാണ് കൂമോയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും കൂമോയുടെ ജയത്തിന് വേണ്ടിയുള്ള പിന്തുണ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തത്. പക്ഷേ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി 7% വോട്ടിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു സാഹചര്യം, അതിനെ എങ്ങനെ വേണം കാണാൻ? അത് അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണോ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് ഏറ്റിരിക്കുന്നത്? ഇത് ഇലക്ഷന്റെ തുടക്ക സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് ആൻഡ്രൂ കൂമോയും മംദാനിയും വന്നു കഴിയുമ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ട് സ്പ്ലിറ്റ് ആകും. അതോടുകൂടെ എറിക് ആഡംസും ഉണ്ടായിരുന്നു. ഇവര് 3 പേരും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡേഴ്സ് ആയിരുന്നു ഒരു കാലത്ത്, അല്ലെങ്കിൽ ഇന്നലെ വരെ ആയിരുന്നു എന്ന് പറയാൻ പറ്റും. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ഒരു മാസമായിട്ടാണ്, ആ പ്രൈമറിക്ക് ശേഷമാണ് എറിക് ആദം പതിയെ പുറകോട്ട് പോകുകയും അദ്ദേഹം വിഡ്രോ ചെയ്യുകയും പിന്നെ ആൻഡ്രൂ കൂമോ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുകയും. അപ്പൊ ആൻഡ്രൂ കൂമോ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 തവണ ന്യൂയോർക്കിന്റെ ഗവർണർ ആയിരുന്നു എന്ന് നമുക്ക് ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ന്യൂയോർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് പോലും അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണോ വേണ്ടയോ എന്ന് ഡിബേറ്റ് ചെയ്തു. അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ട്രംപിന്റെ ഒരു സൈലന്റ് സപ്പോർട്ട് ആൻഡ്രൂ കൂമോയ്ക്ക് ഉണ്ട് എന്നുള്ളതായിരുന്നു ഈവൻ മംദാനിയുടെ പ്രചാരണത്തിൽ പോലും ആഴ്ചകളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു വിവിഡ് ആയിട്ടുള്ള നല്ലൊരു എവിഡൻസ് ആയിട്ടാണ് ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ ഡയറക്റ്റ് ആ ഇലക്ഷനിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിട്ട് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിട്ട് അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യുകയും, എന്നാൽ അതിന് പോലും വലിയൊരു ഗ്യാസ് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ഇലക്ഷന്റെ ഒരു റിസൾട്ട് വരുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016-ലും 2024-ലും എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കക്കാരുടെ അന്നത്തെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രൈസ് റൈസ്, വിലക്കയറ്റം, അല്ലെങ്കിൽ ഇൻഫ്ലേഷന്, അഫോർഡബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലീഗൽ ഇമിഗ്രേഷൻസിന്റെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ അതേ സെയിം ടോപ്പിക്കാണ് ഇമിഗ്രേഷന്റെ ഒഴിച്ചു ബാക്കിയുള്ള അഫോർഡബിലിറ്റിയുടെ കാര്യവും ഇൻഫ്ലേഷന്റെ കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു മംദാനിയുടെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്നാൽ ഈ 2 പേരും പറഞ്ഞ സൊല്യൂഷൻസ് 2 പേരും ഡിഫറെന്റ് ആയിരുന്നു. മംദാനി ക്യാമ്പയിൻ പറയുന്നത് ട്രംപ് അങ്ങനെ ഭരണത്തിലേറി, എന്നിട്ട് നിങ്ങളുടെ വിലക്കയറ്റം കുറഞ്ഞോ, ഭക്ഷണ സാധനങ്ങൾക്ക് വില കുറഞ്ഞോ, അഫോർഡബിലിറ്റി എവിടെ വരെയായി എന്നുള്ള വലിയൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ 8-9 മാസത്തെ ഭരണത്തിനകത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ആ സബ്ജക്റ്റിനകത്ത് കാര്യമായ ഒരു ചലനം ചെലുത്താൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം ഇവിടെ ഫെഡറൽ ഷട്ട് ഡൗൺ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് കഴിഞ്ഞ് 35 ദിവസം കഴിഞ്ഞ് 36-ാമത്തെ ദിവസത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ദിവസമല്ലായിരുന്നു ഇന്നലെ, നല്ല സമയമല്ലായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക്, ട്രംപിന്റെ പോളിസികൾക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടികളിലെ ഒരു സൈഡിലെ ഒരു വിജയാഗ്രാസം ഉണ്ട് എങ്കിൽ പോലും വലിയൊരു ചിന്തയുടെ വരുന്നുണ്ട്. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീനിയൻസ് എങ്ങോട്ടാണ് പോകുന്നത്? എക്സ്ട്രീം ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഒരു സൈഡിൽ ട്രംപ് എക്സ്ട്രീം റൈറ്റിൽ നിൽക്കുന്നു. അപ്പൊ അത് ജനം അതിനോട് താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പം എക്സ്ട്രീമിലേക്ക് പോകുന്നത്, ഐദർ സൈഡിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ചോദ്യചിഹ്നവും ഇവിടെ വരുന്നുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടി അങ്ങനെ നിരവധി ചോദ്യങ്ങൾ മംദാനിയുടെ വിജയം